നമസ്കാരം. സിറാജ് ദിനപത്രത്തിന്റെ ബ്യൂറോ ചീഫ് കെ എം ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ തലസ്ഥാന വിചാരണ കോടതി നരഹത്യാ കുറ്റം ചുമത്തി. പ്രതിയെ കോടതി നേരിട്ട് തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചാണ് കുറ്റം ചുമത്തിയത്. വായിച്ചു കേട്ട കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുത്തരം പ്രതി ബോധിപ്പിച്ചു. തുടർന്ന് പ്രതിയെ വിചാരണ ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KP അനിൽകുമാറാണ് പ്രതിക്ക് മേൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളായ 279, 304, 201, മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകളായ 184 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് വിചാരണയ്ക്ക് മുന്നോടിയായി പ്രതിക്ക് മേൽ ചുമത്തിയത്. പ്രതി കുറ്റം ചെയ്തതായി അനുമാനിക്കാൻ പ്രഥമ ദൃഷ്ടിയാലുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഉള്ളതായി കുറ്റം ചുമത്തൽ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതിയുടെ രക്തസാമ്പിൾ എടുക്കൽ വൈകിയതിനാൽ, രക്തത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താനാവാത്തതിനാൽ, മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ചെയ്തതിന് തെളിവില്ലാത്തതിനാൽ മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 185 പ്രതിക്ക് മേൽ ചുമത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിചാരണ വേഗത്തിലാക്കാൻ വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും കൂടുതൽ തെളിവ് രേഖകൾ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 6-നകം ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന് പ്രതിയുടെ വാദം കോടതി തള്ളി. പ്രതി കൃത്യം ചെയ്തതായി അനുമാനിക്കാവുന്ന വായ്മൊഴിയാലും രേഖാമൂലമുള്ള വസ്തുതാ തെളിവുകൾ കേസ് റെക്കോർഡിൽ കാണുന്നു. പ്രതി വിചാരണ നേരിടണം. കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി കുറ്റം ചുമത്തൽ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കാൻ അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് റിവിഷൻ ഹർജിയുമായി ചെന്ന ശ്രീറാമിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിലാണ് പ്രതിയെ വിചാരണയ്ക്കായി കോടതി വിളിച്ചു വരുത്തിയത്. 2023 ഓഗസ്റ്റ് 25-നാണ് ശ്രീറാം വിചാരണ നേരിടാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. നരഹത്യാ കേസ് നിലനിൽക്കില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി. സമാനമായ നിലപാട് നേരത്തെ ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ ശ്രീറാം വെങ്കിട്ടരാമനായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. തനിക്കെതിരായി ചുമത്തിയ നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ വാദം. എന്നാൽ ഇത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. നരഹത്യാ കുറ്റം ചുമത്താനുള്ള തെളിവില്ല എന്നതായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ പ്രധാന വാദം. കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ തന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്നും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമാണ് ഇതെന്നുമുള്ള വാദമാണ് ശ്രീറാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉന്നയിച്ചത്. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. തെളിവുകൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണ ഘട്ടത്തിലാണ്. ഇത് വിചാരണ നടക്കേണ്ട കേസാണെന്ന് കോടതി നിരീക്ഷിച്ചു. വേഗത്തിൽ വാഹനം ഓടിച്ചു എന്നുള്ളതുകൊണ്ട് അത് നരഹത്യാ കേസാവില്ലെന്നും ശ്രീറാം വാദിച്ചെങ്കിലും കോടതി അത് തള്ളി. കുറ്റപത്രം വായിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക വാദം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ തവണ കേട്ടു. കഴിഞ്ഞ തവണ ശ്രീറാം കോടതിയിൽ ഹാജരാകാത്തതിന് കോടതി വാക്കാൽ താക്കീത് നൽകിയിരുന്നു. അപകടം സംഭവിച്ചിട്ട് 5 വർഷം പിന്നിട്ടു. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല. ഇതിനിടയിൽ കേസിൽ 2 പ്രതികൾ എന്നത് ഒന്നായി. 2-ാം പ്രതി വഫ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. 2019 ഓഗസ്റ്റ് 3-ന് അർദ്ധരാത്രി 1 മണിക്കാണ് 2013 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്തായ വഫയും സഞ്ചരിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകനായ KM ബഷീർ കൊല്ലപ്പെട്ടത്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് കൈക്കൊണ്ടത്. പ്രതിഷേധം ശക്തമായതോടെയാണ് കേസിൽ ശ്രീറാമിനെതിരെ പോലീസ് നടപടിയെടുത്തത്.